Hello everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 2 ഇംഗ്ലീഷ് ആനുവൽ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സ് ഒക്കെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ മൗസ് ഈസ് സിറ്റിംഗ് അണ്ടർ എ മഷ്റൂം. ഇതിൽ ഇവിടെ ഏത് പിക്ചറാണ് കറക്റ്റ്? ലിസൺ ആൻഡ് ഡു ആണ് കറക്റ്റ്. ടീച്ചർ വായിക്കുന്നതിന് ഏതാണോ കറക്റ്റ് ആയിട്ട് വരുന്നത് ടിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എ മൗസ് ഈസ് സിറ്റിംഗ്, ഒരു എലി ഇരിക്കുന്നു. എവിടെയാ? അണ്ടർ എ മഷ്റൂം. അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ. അപ്പോൾ ഏതാ കറക്റ്റ് ആയിട്ട് വരിക? ഇവിടെയാണ് അല്ലേ? എ മൗസ് ഈസ് സിറ്റിംഗ് അണ്ടർ എ മഷ്റൂം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത്, എ കാറ്റ് ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് കിറ്റൺ. ഒരു പൂച്ചയുടെ കുഞ്ഞിനെ നോക്കുന്നു. നോക്കിയേ, ഡോഗ് ഉണ്ട്, പപ്പി ഉണ്ട്, കാറ്റ് ഉണ്ട്, കിറ്റൺ ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്യണം. ഏതാണ്? ഇവിടെ ഇതാണിപ്പോ കിറ്റൺ ആയിട്ട് വരുന്നത്. പക്ഷെ ഇത് കൂടെ ഡോഗ് ആണ് അല്ലേ? ഇവിടെ കാറ്റിന്റെ കൂടെ കിറ്റൺ. ഇത് എ മാത്രമേ ഓപ്ഷൻ ആയിട്ട് വരത്തുള്ളൂ. എ. ഓക്കെ, എ ആണ് ആൻസർ. ചെവി നോക്കിയാൽ മതി കേട്ടോ. ചെവി നോക്കിയാൽ മതി. കണ്ടോ? ചെവി നോക്കിയേ. കാറ്റിന്റെ ചെവിയല്ലേ? യെസ്, കിറ്റന്റെ ചെവിയാണ്. അടുത്തത് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഫോക്സ് ഈസ് റണ്ണിങ്. ഇതാണ് കറക്റ്റ് ഉത്തരം. ഇതല്ലേ ഫോക്സ് ഈസ് റണ്ണിങ്. ഇതിൽ നാലാമത്തെ ചോദ്യം, എ ബേർഡ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, എ ഗേൾ ഈസ് waving her hand. A bird is flying in the sky. Bird fly ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ്? ഇതാണ് കറക്റ്റ്. A bird is flying in the sky. A girl is waving her hand. Okay. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ട്രൂ ഓർ ഫാൾസ് ആണ്. Look at the picture and read the sentence. Put a tick mark for the correct sentence and a cross for the incorrect sentence. നമ്മൾ ഈ സെന്റൻസ് വായിക്കുക. ഓരോ സെന്റൻസ് വായിക്കുമ്പോൾ ശരിയാണ്, ഈ പിക്ചർ നോക്കുക, അത് ശരിയാണെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. വായിക്കുന്ന സെന്റൻസ് ഈ പിക്ചറിൽ നോക്കുക, തെറ്റാണെങ്കിൽ ക്രോസ് മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ദ ട്രീ ഈസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. കറക്റ്റ് അല്ലേ? ട്രീ ഫുൾ ഫ്ലവേഴ്സ് അല്ലേ? യെസ്, അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തത്, എ ബോട്ട് ഈസ് ഇൻ ദ റിവർ. ബോട്ട് ഉണ്ടോ റിവറില? ഇല്ല, അപ്പോൾ അത് തെറ്റാണ്. ബേർഡ്സ് ആർ സിറ്റിംഗ് ഓൺ ദ ട്രീ. ബേർഡ്സ് മരത്തിലിരിക്കുന്നു. ശരിയാണോ? യെസ്, ശരിയാണ്. എ ഡക്ക് ഈസ് സ്വിമ്മിങ് ഇൻ ദ വാട്ടർ. ഒരു താറാവ് കുളത്തിൽ നീന്തുന്നു, നദിയിൽ നീന്തുന്നു. യെസ്, കറക്റ്റ് ആണ്.
there is no fish in the river. റിവറിൽ മീനുകളില്ല. ശരിയാണോ? തെറ്റാണ്. മീനുണ്ടല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി, ട്രൂ ഓർ ഫോൾസ്. മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. റീഡ് ആൻഡ് റൈറ്റ്. ഡാനി ആൻഡ് റോബോ വെന്റ് ടു എ പാർക്ക്. ഡാനിയും റോബോയും പാർക്കിൽ പോയി. റോബോ ഹെൽപ്സ് ഡാനി സിറ്റ് ഓൺ ദ സ്വിംഗ്. റോബോ ഡാനിയെ ഊഞ്ഞാലിരിക്കാൻ ഹെൽപ്പ് ചെയ്തു. ഹി പ്ലേഡ് ഓൺ ദ സ്വിംഗ് ഫോർ എ ലോങ് ടൈം. കുറേ സമയം അവൻ ഊഞ്ഞാലിൽ കളിച്ചു. ഗെറ്റ് ഓൺ മൈ ബാക്ക് സെഡ് റോബോ. റോബോ പറഞ്ഞു, എഴുന്നേക്കൂ, എഴുന്നേറ്റ് പുറത്തിരിക്കൂ. They moved towards the river. അവർ രണ്ടുപേരും കൂടി റിവറിന്റെ നേരേക്ക് നടന്നു. റോബോ changed himself into a small boat. റോബോ ഒരു ചെറിയ ബോട്ടായിട്ട് മാറി. It moved along the river. നദിയിലേക്ക് ഇറങ്ങി. ഡാനി splashed water around. ഡാനി വെള്ളത്തിൽ ഇങ്ങനെ തട്ടിക്കളിക്കുന്ന അറിയാലോ, അടിച്ചു കളിക്കുക, അതുപോലെ കളിച്ചു. He was happy. അവൻ നല്ല സന്തോഷത്തിലായി. Now read the following questions. Write the answers in the box given. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാനി ആൻഡ് റോബോ വെന്റ് എങ്ങോട്ടാ പോയേ? ടു എ പാർക്ക്. പാർക്കിലാണ് പോയത്. റോബോ ചേഞ്ച് ഹിംസെൽഫ് ഇൻ ടു എ. റോബോ എന്തായിട്ടാണ് ചേഞ്ച് ആയത്? ബോട്ട്. ഓപ്ഷൻ സി, ബോട്ടായിട്ടാണ് ചേഞ്ച് ആയത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഡാനി പ്ലേഡ്. ഡാനി എന്തിലാ പ്ലേഡ് ഓൺ, എന്തിലാ പ്ലേ ചെയ്തേ? സ്വിംഗ്, ഊഞ്ഞാലിലാണ്. What did Danny do in the river? ഡാനി എന്താ ചെയ്തേ? സ്പ്ലാഷ്ഡ്, വെള്ളം ഇങ്ങനെ തട്ടിക്കളിച്ചു അല്ലേ? Who helped Danny sit on the swing? സ്വിംഗിലിരിക്കാൻ ഡാനിയെ ഹെൽപ്പ് ചെയ്തത് ആരാ? റോബോ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. ഇനി നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം. കോൺവെർസേഷൻ ആണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിലി ആൻഡ് ലക്കി. കോൺവെർസേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അഞ്ചാമത്തെ ആക്ടിവിറ്റി ആഡ് മോർ ലൈൻസ് ആണ്. എ ബേർഡ് ഈസ് ഓൺ ഇറ്റ്സ് എഗ്സ് വെയിറ്റിംഗ് ഫോർ ദ ചിക്സ്. ദ ഫസ്റ്റ് എഗ് ക്രാക്ഡ് ഓപ്പൺ came out a happy chick. A bird is on its eggs waiting for the chicks. The second egg cracked open came out a teeny chick. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ട് വന്നത് എന്തൊക്കെയാണ്? ഇവിടെ സെക്കൻഡ്, ഫസ്റ്റ്, പിന്നെ came out a happy chick, teeny chick. ഓക്കെ, അപ്പൊ ഇത് മാത്രം എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. ഈ ഹാപ്പിയും ടൈനിയും മാത്രം എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ വരി എഴുതാം. എ ബേർഡ് ഈസ് ഓൺ ഇറ്റ്സ് എഗ്സ് വെയിറ്റിംഗ് ഫോർ ദ ചിക്സ്. ദ ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞ് തേർഡ്, ഫസ്റ്റിന്റെ സെക്കൻഡ് എന്ത് കൊടുക്കണം? തേർഡ്. തേർഡ് എഗ് ക്രാക്ഡ് ഓപ്പൺ came out a happy chicken. പകരം എന്ത് കൊടുക്കാം? ഫണ്ണി ചിക്കൻ എന്ന് കൊടുക്കാം, ബ്യൂട്ടിഫുൾ ചിക്കൻ എന്ന് കൊടുക്കാം, പ്രെറ്റി ചിക്കൻ എന്ന് കൊടുക്കാം. നിങ്ങൾ അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയൽ സ്മോൾ ചിക്കൻ എന്ന് എഴുതിയിട്ടുണ്ടാവാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി. എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നില്ലേ? യെസ്. അപ്പൊ ഇനി എല്ലാവർക്കും വെക്കേഷൻ ആണ്. ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മുടെ കോളർ എക്സാം ഓർമ്മിക്കുക. എല്ലാവരും അറ്റൻഡ് ചെയ്യുക കേട്ടോ, പ്രൈസ് മേടിക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ. എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്.
കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.